എന്ത് ലൊക്കേഷനാണ് ഇത്? ഈ സാധനം റോഡ് മുഴുവൻ ഇത് മുഴുവൻ വായിരിക്കുന്നതിനെ കൊണ്ട് ആരാ ഇത് ഉണ്ടാക്കി കൊടുത്തു വിട്ട് തന്നു വിട്ടാരാ? ഈ വണ്ടി വഴി അറിയാം, വണ്ടി കസ്റ്റഡി ചെയ്ത് കേസെടുക്കണം. വണ്ടി കസ്റ്റഡി ചെയ്ത് കേസെടുക്കണം. അല്ലാണ്ട് ഇതിന്റെ പേരൊന്നും ഇനി പത്രത്തിൽ കൊടുക്കണം. ഈ വണ്ടിയുടെ പടം പത്രത്തിലെ പഞ്ചായത്ത് ഫൈൻ അടിക്കണം. ഈ വണ്ടിക്ക് ഫൈൻ അടയ്ക്കണല്ലോ. ഫൈൻ മാത്രല്ല ഇത് നാമക്കുഴിയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോ ഏത് ഹോട്ടലുകാരൻ്റെയാ? മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ആണെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് നമുക്ക് ഈ വണ്ടി വിട്ടാൽ മുനിസിപ്പാലിറ്റിയുടെ ആണെങ്കിൽ മുനിസിപ്പാലിറ്റി വന്നിട്ട്. കാരണം മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ഇടാൻ ബ്രഹ്മപുരത്തെ സംവിധാനമുണ്ട്. എന്നിട്ട് അവർ ഇങ്ങോട്ട് അയച്ചെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്തും ഇതൊരു മുനിസിപ്പാലിറ്റിയാണ്, അപ്പുറത്തൊരു പഞ്ചായത്താണ്. ഞങ്ങളുമായിട്ടൊരു ബാർഗൈനിങ് അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഇത് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ചെയർമാനോട് മുഴുവൻ മാറി മാറി പറയണം. അല്ല, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവൻ ഇവിടെ ആള് കൂടിയിട്ടുണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഈ കാണിച്ചതിന് ഇത് എന്തൊരു അക്രമം തന്നെയല്ലേ? 8 മണിക്ക് മുമ്പ് നടന്ന സംഭവം. ഇതുവരെ അദ്ദേഹത്തിന് ഇവിടെ എത്താൻ സാധിക്കില്ല. ക്ലിയർ ആയിട്ട് കാക്കനാട് ആരുടെ കെയർഫുള്ള മുനിസിപ്പാലിറ്റിയുടെ ഈ റൂട്ട് കയറി വരാൻ ഇവിടെ ഡ്രൈവർ പറഞ്ഞത് 12 ഈ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ചോറുണ്ടാണവരാ. നീ ആ സർവീസ് വയറെല്ലാം പൊട്ടിച്ചാണ് പോന്നേക്കുന്നത്. ഇപ്പൊ പോലീസ് വന്നിട്ട് പോലീസ് ഇപ്പൊ അവരെ വിളിച്ചു വരുത്തിയപ്പോൾ അത് ലൊക്കേഷൻ അയച്ചു കൊടുത്ത ആളുടെ നമ്പർ ഐഡന്റിഫൈ ചെയ്തിട്ട് അയാളെ വിളിച്ചപ്പോൾ അയാൾ പറയുന്നത് കാഞ്ഞിരപ്പള്ളിയിലേക്ക് തൃക്കാക്കര നഗരസഭയുടെ കെയറോഫിൽ വരുന്ന വേസ്റ്റ് കാഞ്ഞിരപ്പള്ളി പ്ലാന്റിലേക്ക് കൊണ്ടുപോയെന്ന്. കാഞ്ഞിരപ്പള്ളിയിലേക്ക് എന്തായാലും ഊരകം വഴി ഇടവഴി ഒരിക്കലും ഒരു ലൊക്കേഷൻ മാർക്ക് ചെയ്യില്ല. തന്നെയുമല്ല ഇപ്പോൾ ലൊക്കേഷൻ ഇവർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ഈ റൂട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് എവിടെയെങ്കിലും ഈ വേസ്റ്റ് നിക്ഷേപിക്കാൻ തന്നെയുള്ള ഒരു ഗൂഢമായ ശ്രമമായിരുന്നു. ഇത് പഞ്ചായത്ത് രാജ് നഗരപാലിക ചട്ടങ്ങൾ പ്രകാരം മാലിന്യ നിർമ്മാർജ്ജനത്തിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരായി ശക്തമായ കേസെടുക്കണം. ഇപ്പോൾ നമ്മൾ പിറവം മുനിസിപ്പാലിറ്റി ആണെങ്കിലും തൊട്ടടുത്തുള്ള എടക്കാട്ടൂർ ഗ്രാമപഞ്ചായത്താണെങ്കിലും ഞങ്ങളൊക്കെയും ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വലിയ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവിടെ ഈ നഗരപ്രദേശങ്ങളിൽ നിന്ന് കേന്ദ്രീകൃതമായ മാലിന്യം ചില ഹോട്ടൽ മുതലാളിമാരുടെയും കുത്തകകളുടെയും മാലിന്യം ഇതിലെ കൂടെ കൊണ്ടുവരിക, എന്നിട്ട് അത് ഈ പാവപ്പെട്ട ആളുകൾക്ക് വലിയ അസഹ്യത ഉണ്ടാകുന്ന തരത്തിൽ ഇവിടെ നിക്ഷേപിക്കുക എന്നുള്ള നീക്കമാണെങ്കിൽ അത് ശക്തമായി എതിർക്കും. പോലീസ് ഇത് ബന്ധപ്പെട്ട ആളെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ഇതിന് ശക്തമായിട്ട് നടപടികൾ എടുക്കുകയും കേസെടുക്കുകയും വണ്ടി കസ്റ്റഡി എടുക്കുകയും ചെയ്തില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഞങ്ങൾ നടത്തും. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇതിന് ശക്തമായ നടപടികൾ ഉണ്ടാകും. ഇനി മേലിൽ ഒരാൾ ഈ വണ്ടിയുടെ പടമടക്കം ഞങ്ങൾ പത്രത്തിൽ പ്രസിദ്ധീകരിക്കും. ഈ വാഹനം അടക്കം കസ്റ്റഡി എടുക്കണം, ഇതിന് കേസെടുക്കണം, ഉചിതമായ നടപടികൾ ഉണ്ടാകണം. നഗരസഭയ്ക്ക് ഈ തൃക്കാക്കര നഗരസഭയാണ് ഇത് ചെയ്തതെങ്കിൽ തൃക്കാക്കര നഗരസഭയ്ക്ക് ഫൈൻ ഇടാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് ഓംബുഡ്സ്മാൻ അടക്കമുള്ള ആൾ സ്ഥലത്ത് പോയിട്ടാണെങ്കിൽ ഞങ്ങൾ ഫൈൻ ഇടിക്കും. അപ്പോൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ഇല്ലാത്ത സമീപനം ഈ കാര്യം സ്വീകരിക്കും. അത് തർക്കമില്ല.